ഹലോ, ഇത് മഴയല്ല കേട്ടോ, ഇത് ആർട്ടിഫിഷ്യൽ മഴയാണ്. മഴക്കാലമായാൽ നമുക്കെല്ലാം നല്ല പിടിപ്പത് പണിയല്ലേ. നമ്മുടെ ചെടി നോക്കണം, അല്ലറ ചില്ലറ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഈ മഴ പെയ്യുന്ന എവിടുന്നാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കുള്ള മഴയല്ല. ഇത് വെളിയിലൊക്കെ നല്ല കാലാവസ്ഥയാണ്, അത്യാവശ്യം വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ എങ്ങനെ ഈ മഴയല്ലേ? ബാ നമുക്കത് നോക്കാം. നല്ല വെള്ളച്ചാട്ടമാണ്, എല്ലായിടവും തെന്നിയും കിടക്കുക. മഴ പെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പണി കിട്ടും. അപ്പൊ ധൃതി വെച്ചൊന്നും ആരും ഒരു പണി ചെയ്യാൻ പോകരുത്, സമാധാനത്തോടെ ചെയ്യുക. ഇത് ഇവിടെ നിന്നായിരുന്നു മഴ നമ്മുടെ ടെറസിന്റെ മുകളിൽ നിന്ന്. ഇപ്പൊ നോക്കാതെ അതിന്റെ ഓവെല്ലാം അടഞ്ഞു പോയി, മഴവെള്ളം വീണു. അപ്പൊ ഞാൻ ഇന്ന് മുകളിൽ കയറി നോക്കിയപ്പോഴത്തേന് ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു. അപ്പൊ ഞാൻ കുത്തിവിട്ടപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്നോർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ വേറൊരു വിശേഷം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. പഴത്തൊലി ഉണങ്ങാനായിട്ട് എന്റെ അവസ്ഥ കണ്ടോ, ഈ കോലത്തിലായിപ്പോയി. പക്ഷെ ഒരിക്കലും നമ്മൾ മഴയെ ചീത്ത പറയരുത് കേട്ടോ. മഴ നമുക്ക് ആവശ്യമാണ്, ആവശ്യമല്ല അത്യാവശ്യമാണ്. മഴ വെള്ളം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നനയാതിരിക്കുന്ന, മഴവെള്ളം വീണ് നനയാതിരിക്കുന്ന പ്ലാന്റ് ഓർക്കിഡൊക്കെ ഇല്ലേ, അതിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും. നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ളതാണ് മഴവെള്ളം. അപ്പൊ മഴ നമുക്ക്, അതുപോലെ തന്നെ മഴയില്ലെങ്കിൽ നമ്മൾ ആകപ്പാട് പെട്ടുപോകില്ലേ എല്ലാവരും. ഇപ്പൊ മഴ ആരും, ചിലർ പറയുന്ന കേൾക്കാവോ, മഴ വന്നു ചെടി പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പൂക്കളെല്ലാം പോയെന്ന്. അതൊക്കെ സമാധാനമുണ്ട്, വീണ്ടും വരും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പ്ലാന്റിനെയൊക്കെ മഴക്കാലത്ത് എങ്ങനെ കയറണമെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം. പിന്നെ ഇന്നത്തെ ഒരു ബിഗ് ടാസ്ക് ഉണ്ട് എനിക്ക്. എന്താന്ന് വെച്ചാൽ, ആ ടാസ്ക് എന്താന്ന് വെച്ചാൽ, ഇന്നൊരു പുതിയ അതിഥി വരുന്നുണ്ട്. അപ്പോൾ ആ വിശിഷ്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇത് കൊടുക്കാന്നോർത്താണ് എൻ്റെ ഒരു ഐഡിയ, ഈ ഒരു ഭാഗം കൊടുക്കാന്നുള്ളത്. ആളെത്തിയില്ല, അതിനു മുമ്പ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണ്ടേ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നല്ല പിടിപ്പത് പണിയാണ് ഇന്ന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വരാം. അതിഥിയൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എല്ലാവരും സപ്പോർട്ട് വരണം കേട്ടോ. നമ്മുടെ RC ഗാർഡനിലേക്ക് പുതിയൊരു അതിഥി എത്തുകയാണ്. അതിന്റെ അത്യാവശ്യം ത്രില്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിഥിയൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ ഭാഗമെല്ലാം നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ വിശിഷ്ട അതിഥിയെ ഇവിടെ വത്തി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പം ആ അതിഥിയെ നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് ആനയിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അതിഥിയെ കാണിച്ചു തരാം, ആരാണ് എന്താണെന്നുള്ളതൊക്കെ. അതുപോലെ നമ്മുടെ അഡീനിയം പ്ലാന്റ് ഇപ്പോഴും സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചു പേരൊക്കെ അയച്ചുള്ളൂ, അടമഴയില്ലായിരുന്നോ. ഇന്നൊക്കെ ഇച്ചിരി മഴ മാറി, അതിന്റെ ഒരു തെളിച്ചത്തിലാണ് ഞാൻ ഷെഡിൽ നിന്ന് എടുക്കാൻ പറ്റാതിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അവരെ എല്ലാം കൊണ്ടുവന്നത് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്ക് കൊടുക്കേണ്ടതൊക്കെ നോക്കിയിട്ട് അതിൻ്റെയൊക്കെ ഇത് എടുത്ത് വെച്ച് ലിസ്റ്റും ഒക്കെ നോക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് അയച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ മെമ്പർ, പുതിയ അംഗം, നമ്മുടെ സ്വന്തം നന്ദിനിക്കുട്ടി. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ ഇത്രയും വൃത്തിയാക്കി റെഡിയാക്കി ഇട്ടിരുന്നത്. നന്ദിനി, നന്ദിനി, ഇത് ചാടി ഇറക്കി നിൽക്കുക ആള്. പുതിയ ചുറ്റുപാടൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരണമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ കൂടെ എന്നും ഇവളും കാണും, നമ്മുടെ വീഡിയോയിലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പം ഇവളെ ഇഷ്ടമായവരെല്ലാം വിലയേറിയ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. നമ്മളെ വീഡിയോയിലൊക്കെ ഇനി ഇവളെ കാണുന്നുള്ളവർ അതുകൂടി ഒന്ന് പറയുക. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പാട് വെട്ടുപെടുമൊക്കെ ഒന്ന് റെഡിയാക്കി ഒക്കെ എടുത്തത്. ഇച്ചിരി മേലാഴിയൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് ആള്. ഇച്ചിരി ദഹനക്കേടൊക്കെയാണ് കേട്ടോ. ഫുഡൊന്നും അധികം അങ്ങനെ തിന്നുന്നില്ല. കുറേ മരുന്നായി, കുറെ കുത്തും മരുന്നും ഒക്കെ ആയി. കണ്ടോ, കാതില് ക്യാനല ഇട്ടിരിക്കുന്നത്. നമ്മുടെ മനുഷ്യന്റെ കയ്യിലിടുന്ന പോലെ തന്നെ ഇവർക്ക് ചെവിയിൽ ക്യാനല ഇട്ടിട്ടുണ്ട്. വല്ല എപ്പോഴും കുത്താൻ പാടല്ലേ. കുറേ മരുന്നായി പാവം, കുറേ കുത്തും കൊണ്ടു. ഇപ്പൊ ഇച്ചിരി ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ തോതില്. വയറൊക്കെ കൊണ്ടോ പാവം, എല്ലും തോലുമായി. 2-3 ആഴ്ചയായി ഇവക്ക് ഈ ഉവാവ് തുടങ്ങിയിട്ട്. അപ്പം ഇന്ന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മുടെ നന്ദിനിക്കുട്ടിയുടെ കൂടെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുന്നു. നന്ദിനി, നന്ദിനി, ഡി